നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കേരളം നടുങ്ങി. തൃശൂർ പൂരത്തിനുള്ള പടക്ക നിർമ്മാണ കേന്ദ്രത്തിലെ സ്ഫോടനത്തിൽ മരണം 13ആയി. 8 പേരെ തിരിച്ചറിഞ്ഞു. 10 പേർ ICUവിൽ, 3 പേരുടെ നില അതീവ ഗുരുതരം. സ്ഫോടനമുണ്ടായത് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്ന മുണ്ടത്തിക്കോട്ടെ വെടിക്കെട്ട് പുരയിൽ. അപകടത്തിൽ മജിസ്ട്രീരിയൽ തല അന്വേഷണം പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ. തൃശൂർ RDOയ്ക്ക് ചുമതല. ആവശ്യമെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉപയോഗപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. തിരച്ചിൽ നാളെ രാവിലെ 6 മണിക്ക് പുനരാരംഭിക്കും. സ്ഥലത്തെ കുളങ്ങളും കിണറുകളും സ്കൂബ ടീം വീണ്ടും പരിശോധിക്കും. മുണ്ടത്തിക്കോട് അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകും. തമിഴ്നാടും ബംഗാളും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. നാളെ നിശബ്ദ പ്രചരണം. കേരള തമിഴ്നാട് അതിർത്തിയിലെ മദ്യനിയന്ത്രണത്തിന് സ്റ്റേ. ഹൈക്കോടതി സ്റ്റേ ചെയ്തത് തമിഴ്നാട് തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ. കേരള സർക്കാർ കൊണ്ടുവന്ന ഉത്തരവ്. വോട്ടെണ്ണലിന് മുൻപ് സ്ട്രോങ് റൂമുകളും അനുബന്ധ റൂമുകളും തുറക്കരുതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. നടപടി പേരാമ്പ്ര, നെന്മാറ എന്നിവിടങ്ങളിലെ സ്ട്രോങ് റൂം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ. പാലക്കാട് വിക്ടോറിയ കോളേജിലെ മെറ്റീരിയൽ സ്ട്രോങ് റൂം തുറക്കാനുള്ള തീരുമാനം മാറ്റിയത് അവിശ്വാസ്യത ഒഴിവാക്കാനെന്ന് കലക്ടർ. വെടിനിർത്തൽ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. US-ഇറാൻ 2ാം ഘട്ട സമാധാന ചർച്ചകളിൽ പ്രതിസന്ധി. ഹോർമുസിലെ നാവിക ഉപരോധം പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. സമാധാന ധാരണയില്ലാതെ ഉപരോധം പിൻവലിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. തൃശൂരിൽ വെടിക്കെട്ട് ദുരന്തം. തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്ന മുണ്ടത്തിക്കോട്ടെ വെടിക്കെട്ട് പുരയിൽ സ്ഫോടനമുണ്ടായതിന്റെ ഞെട്ടലിലാണ് കേരളം. 13 പേരാണ് മരിച്ചത്. 40ഓളം പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 പേർ വെന്റിലേറ്ററിലും 10 പേർ ICUവിലുമാണ്. അപകടത്തിൽ കളക്ടർ മജിസ്ട്രീരിയൽ തല അന്വേഷണം പ്രഖ്യാപിച്ചു. തൃശൂർ RDOയ്ക്കാണ് ചുമതല. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സാമ്പത്തിക സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകും. അതേസമയം മുണ്ടത്തിക്കോട്ടെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. നാളെ രാവിലെ 6 മണിക്ക് തിരച്ചിൽ പുനരാരംഭിക്കും. വിവരങ്ങളുമായി ശ്രീജിത്ത് നായരും ഹരീഷ് നാരായണനും ചേരുന്നുണ്ട്. ആദ്യം ഹരീഷിലേക്കാണ്. ഹരീഷ്, ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. തൃശൂർ ഞെട്ടിയിരിക്കുകയാണ്. അതീവ ദുഃഖകരമായ ഒരു ദുരന്തമാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നാളെ തിരച്ചിൽ നടത്തുമ്പോൾ കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടാകും എന്ന നിഗമനത്തിൽ തന്നെയാണോ ഈ ദൗത്യസംഘം? എന്തൊക്കെയാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം? മായ, ഈ അവസാന ഘട്ടം വരെ തിരച്ചിൽ നടത്തിയിട്ടും കൂടുതലായി ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഈ ഉച്ചവരെയുള്ള തിരച്ചിലാണ് തൊട്ടടുത്ത പാടങ്ങളിൽ നിന്നും ഈ ഒരു ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിനുശേഷം ഈ പ്രദേശത്ത് മുഴുവൻ വലിയ തീയും അതുപോലെ പൊട്ടിത്തെറിയുമായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷമാണ് ആ തീ അണയ്ക്കാനും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഈ ഒരു പ്രദേശത്തേക്ക് കടക്കാനും സാധിച്ചത്. അവിടെ വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തി. ഇതിൻ്റെ തൊട്ടടുത്തുള്ള കുളങ്ങളിലും തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒന്നും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് വളരെയധികം വൈകിയതുകൊണ്ട് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചത്. നാളെ 6 മണിക്ക് വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും. അത് വലിയ രീതിയിലുള്ള തിരച്ചിൽ തന്നെയായിരിക്കും. അതായത് ഡ്രോണിൻ്റെയും ഈ കെഡാവർ ഡോഗുകളുടെയും ഒക്കെ സഹായത്തോടെ, അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളുടെ സഹായത്തോടെ ആയിരിക്കും തിരച്ചിൽ. മാത്രമല്ല സമീപത്തുള്ള കിണറുകളും കുളങ്ങളും പരിശോധിക്കും. അത് ഈ മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവന്ന സ്കൂബ ഡൈവിംഗ് ടീമിനെ കൊണ്ടുവന്നായിരിക്കും അത്തരത്തിലുള്ള പരിശോധന നടത്തുക. ഇങ്ങനെ വലിയ രീതിയിലുള്ള പരിശോധനയാണ് നാളെ 6 മണി മുതൽ ആരംഭിക്കുന്നത്. മാത്രമല്ല ഫോറൻസിക് റിപ്പോർട്ട് അടക്കം, ഫോറൻസിക് പരിശോധനയടക്കം നാളെ ഉണ്ടാകും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സുരക്ഷാ സജ്ജീകരണങ്ങൾ, ഈ കൺട്രോൾ റൂം അടക്കമുള്ള സുരക്ഷാ സജ്ജീകരണങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. ആ രീതിയിലായിരിക്കും നാളെ മുതലുള്ള ആ ഒരു പരിശോധന. എന്തായാലും ഈ തൃശ്ശൂരിനെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ദുരന്തമായൊരു ദിവസം, അല്ലെങ്കിൽ ഇത്രയും സങ്കടകരമായൊരു ദിവസം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ
ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഒരു പ്രദേശത്താണ്. ഈ ഒരു പാടത്തിനോട് ചേർന്ന ആ ഒരു പ്രദേശത്താണ്. ഇപ്പോഴും അവിടെ പുക ഉയരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും പൂർണ്ണമായും അതിൻ്റെ ആ ഒരു ഭീകരത വിട്ടൊഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഈ പടക്കങ്ങളുടെ അവശിഷ്ടങ്ങളും ഈ പുകച്ചുരുളുകളും ഈ കത്തിക്കരിഞ്ഞ മണവുമൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക. ശരി, ഇത്രയും ദൂരം കണ്ടോ, ഈ ഒരു പാടത്തിന്റെ അരികിലേക്ക് വരെ ഇവിടെ വരെ ഈ ഒരു പുൽനാമ്പുകളും എല്ലാം കരിഞ്ഞ ഒരു അവസ്ഥയിലാണ്. അതിൻ്റെ ആ ഒരു പ്രകമ്പനം ഇങ്ങോട്ടേക്കും എത്തിയിട്ടുണ്ട്. പല അവശിഷ്ടങ്ങളും നമുക്ക് ഇവിടെ കിടക്കുന്നത് കാണാം. ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ ഈ ഒരു പടക്കത്തിൻ്റെയും വെടിക്കോപ്പുകളുടെയും ഒക്കെ അവശിഷ്ടങ്ങളാണ് ഇവിടെ ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രകമ്പനം ഇങ്ങോട്ടേക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പാടത്തിൻ്റെ ഈ ഒരു പരിധി വരെ അത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയ രീതിയിലുള്ള ഒരു തീർച്ചയായും മനസ്സിലാക്കുന്നു ഹരീഷ്. വലിയ രീതിയിലുള്ള ഒരു ദുരന്തം നടന്നു. അതിന്റെ അവശേഷിപ്പുകൾ അവിടെ ബാക്കിയുണ്ട്. തിരച്ചിൽ നാളെയും തുടരും. ശ്രീജിത്ത് നായർ കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്തെ, അത്യന്തം ദുഃഖകരമായ ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ആശുപത്രികളിൽ നിന്നുള്ള ആശ്വാസകരമായ വാർത്തകൾ വരുന്നുണ്ടോ? മരിച്ചവരെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒപ്പം പരിക്കേറ്റവരുടെ വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? %70 പൊള്ളലേറ്റ് ICUയിലും മറ്റുമായി പരിക്കേറ്റവർ കിടക്കുന്നുണ്ട്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിൽ മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പരിക്കേറ്റവരുടെ ഉൾപ്പെടെ പേര് വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോഴും എത്ര പേർ കൃത്യമായി ആ അപകട സ്ഥലത്തുണ്ടായിരുന്നു എന്നതിൽ ഇപ്പോഴും വലിയൊരു വ്യക്തത വന്നിട്ടില്ല. ഒപ്പം ഈ അപകടത്തിൻ്റെ കാരണം സംബന്ധിച്ചും വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. മജിസ്ട്രേറ്റിയൽ അന്വേഷണം ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത്, 70% പൊള്ളലേറ്റ ആളുകൾ ICUയിലുമൊക്കെയായി ചികിത്സയിലുണ്ട്. വളരെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഒപ്പം ഈ മരിച്ചവരുടെ ഉൾപ്പെടെ പേര് വിവരങ്ങളും ആരൊക്കെയാണ് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ്? ഈ ഗുരുതരമായി പരിക്കേറ്റവരുടെയൊക്കെ എന്താണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന അപ്ഡേറ്റ്സ്? മായ, അല്പസമയം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരം ആരോഗ്യമന്ത്രി പങ്കുവെക്കുകയുണ്ടായി. നിലവിൽ മരിച്ചിരിക്കുന്നത് 7 പേരാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 4 പേരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ പേരുകൾ 3 പേരുടെ പേരുകൾ ഞാൻ പറയാം. സുദർശൻ 54 വയസ്സ്, സൺ ഓഫ് ആറുമുഖൻ, അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. വാസുദേവൻ 54 വയസ്സ്, മാടിപ്പുറത്ത് കുമരനെല്ലൂർ പാലക്കാട് സ്വദേശിയാണ്. സുവിൻ 40 വയസ്സ്, മുതുകാട്ടിൽ തൃശ്ശൂർ സ്വദേശിയാണ്. കുണ്ടന്നൂർ തൃശ്ശൂർ സ്വദേശിയാണ്. ഇങ്ങനെ 3 പേരുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഒരാളെ കൂടി വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ അതായത് മുഴുവൻ ശരീരഭാഗങ്ങളും കിട്ടിയിരിക്കുന്ന 7 പേരാണുള്ളത്. പിന്നീട് അതിനുശേഷം 9 ശരീരഭാഗങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്. അത് എത്ര പേരുടെ ആണെന്നുള്ള കാര്യം വ്യക്തതയില്ല. ഒരുപക്ഷെ അത് 2 പേരുടേതാവാം, അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള ആളുകളുടേതാവാം. പക്ഷെ അതിനുവേണ്ടി നാളെ രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിൽ നിന്ന് വിദഗ്ധർ DNA സാമ്പിളുകൾ ശേഖരിച്ച് അത് എത്ര വ്യക്തികളുടേതാണെന്ന് തിരിച്ചറിയാനുള്ള നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 2 പേരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. അത് അധികം താമസിയാതെ വിട്ടുകൊടുക്കും. പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. അടിയന്തരമായി ഇവിടെ തന്നെ ഒരു അവലോകന യോഗം ചേർന്നിരുന്നു. ഇവിടെ മന്ത്രി P. രാജീവ്, VN വാസവൻ, R. ബിന്ദു, ഒപ്പം തന്നെ വീണ ജോർജ്, ഇങ്ങനെ 4 മന്ത്രിമാർ ഇവിടെ എത്തി ഡോക്ടർമാരുമായി സംസാരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരും കളക്ടറും ഇവിടെ എത്തിയിരുന്നു. ഇവരുമായി ചേർന്ന് ഒരു അവലോകന യോഗം കൂടുകയും വളരെ പെട്ടെന്ന് തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വിവിധ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട പ്ലാസ്റ്റിക് സർജന്മാർ, ഓർത്തോപെഡിക്സ് ഡോക്ടർമാർ ഒക്കെ എത്താനുള്ള അവർ കുറേ ഡോക്ടർ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവർ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം, കോട്ടയം എന്നീ മെഡിക്കൽ കോളേജുകളിൽ നിന്നൊക്കെ തന്നെ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ പോകുന്നു എന്നുള്ള വിവരമാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ തന്നെ പൊള്ളൽ ചികിത്സയ്ക്ക് കൂടുതൽ വിദഗ്ധ സേവനം ലഭിക്കുന്ന ഒരു ആശുപത്രിയാണ്. 10 പേരാണ് നിലവിൽ ആശുപത്രിയിൽ ICUയിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. 5 പേരുടെ നില ഗുരുതരമാണ്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. അവർ 90%-ലധികം പൊള്ളലേറ്റ ആളുകളാണ്. അവർ വെന്റിലേറ്ററിലാണ്. ബാക്കി 10 പേരാണ് ICUയിലുള്ള. എന്തായാലും നിലവിൽ ബാക്കിയുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നതനുസരിച്ച് എത്ര പേർ ഈ അപകടത്തിൽ പെട്ടു എന്നുള്ള വ്യാപ്തി പിന്നീട് ഈ DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. മായ, ശരി. ആശുപത്രിയിൽ നിന്നുള്ള വിശദമായ വിവരങ്ങളാണ് ശ്രീജിത്ത് നായർ പങ്കുവച്ചത്. തൃശൂരിലെ വെടിക്കെട്ടുപുരയിലെ അപകടം ഏറെ വേദനാജനകമെന്നും പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. സംഭവത്തിൽ പൊള്ളലേറ്റും പരിക്കേറ്റും ഇവിടെ എത്തിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ കൃത്യമായ ചികിത്സ ലഭ്യമാകുന്നു എന്നുള്ളത് ഉറപ്പാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ
നേതൃത്വത്തിൽ ഇപ്പോൾ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവരും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും DMOയും സൂപ്രണ്ടും എല്ലാവരും DPMO എല്ലാവരും ചേർന്നുള്ള അവലോകന യോഗമാണ് ഇവിടെ നടന്നത്. ജില്ലാ കളക്ടർ മീറ്റിംഗിൽ പങ്കെടുത്തു. അതുപോലെ ജില്ലാ പോലീസ് മേധാവി ഇതിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ നിലവിൽ 13 പേരാണ് ഇവിടെ പരിക്കേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ 10 പേര് ICUയിലാണ് ഉള്ളത്. 5 പേർക്ക് അവരുടെ ഇഞ്ചുറി അധികം പൊള്ളൽ ഏറ്റിട്ടില്ല, പരിക്കുകൾ കുറവാണ്. എന്നാൽ അവർ ICUയുടെ ചികിത്സ, തീവ്രപരിചരണ വിഭാഗത്തിന്റെ ചികിത്സ ആവശ്യമായിട്ടുള്ളവരാണ്. 5 പേർക്ക് തീവ്രമായി നല്ല പൊള്ളലേറ്റവരും നല്ല പരിക്കുള്ളവരുമാണ്. അതിൽ തന്നെ 2 പേർ വെന്റിലേറ്ററിലാണ്. അതായത് 13 പേർ ഇവിടെ പരിക്കേറ്റും പൊള്ളലേറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 10 പേർ ICUയിലാണ്. 5 പേരുടെ നില കുറച്ച് ഗുരുതരമാണ്. അതിൽ 2 പേർ വെന്റിലേറ്ററിലാണ്. 7 മൃതശരീരങ്ങളാണ് ഹോൾ ബോഡി ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കി 9 ബോഡി പാർട്സ് ആണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ മരിച്ചവരിൽ 8 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി VN വാസവൻ. 2 പേർ വെന്റിലേറ്ററിലാണ്, 10 പേരാണ് ICUവിൽ ചികിത്സയിലുള്ളത്. സംഭവസ്ഥലത്ത് 42 പേർ ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷി വിവരം നൽകിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയെന്നും മന്ത്രി അറിയിച്ചു. 10 പേരാണ് ICUയിലുള്ളത്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. 2 പേര് വെന്റിലേറ്ററിലാണ്. ഒരാൾക്ക് വെന്റിലേറ്റർ സപ്പോർട്ടില്ല എങ്കിൽ പോലും ചില ഗുരുതരാവസ്ഥയുണ്ട്. കാരണം സാധാരണഗതിയിൽ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഒരു എബവ് 60% ഒക്കെ വരുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിൽ 2 എണ്ണം ഇവരുടെ പരിശോധനയിൽ എബവ് 90% ആണ്. സ്വാഭാവികം നമുക്കറിയാം. അത് 2 വെന്റിലേറ്ററിലാണ്. അപ്പോൾ 10 പേരാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ICUയിലുള്ളത്. മുണ്ടത്തിക്കോട് അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപയുടെ സഹായവും നൽകും. തൃശൂരിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ അപകടത്തിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞ വാർത്തയറിഞ്ഞതിൽ ദുഃഖമുണ്ട്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ പങ്കുചേരുന്നു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. പൂരത്തിന് തൊട്ടു മുൻപ് നടന്ന ദുരന്തവും അത് സൃഷ്ടിച്ച വലിയ നാശനഷ്ടങ്ങളും ഹൃദയഭേദകരമാണെന്ന് രാഹുൽ ഗാന്ധി കുറിച്ചു. അടിയന്തര ചികിത്സ സർക്കാർ ഉറപ്പാക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. തൃശൂരിലെ ചികിത്സാ സഹായത്തിന് എല്ലാ സർക്കാർ സംവിധാനങ്ങളും സജ്ജമാക്കാൻ നിർദ്ദേശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയുമായി സംസാരിച്ചു. പൊള്ളലേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള ആശുപത്രികളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തും. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ഇത് മോണിറ്റർ ചെയ്യാൻ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട പടക്കം നിർമ്മാണ തൊഴിലാളി വിൻസെന്റിന് ആ നടുക്കം മാറിയിട്ടില്ല. രക്ഷപ്പെടാൻ ലഭിച്ചത് സെക്കൻഡുകൾ മാത്രമെന്ന് വിൻസെന്റ് പറയുന്നു. 2:40 ഉള്ളിൽ പെട്ടെന്നുള്ള ചൂടുകൊണ്ടായിരിക്കണം ഈ ഞാൻ നിൽക്കുന്നിടത്ത തീ കത്തിയിട്ടുണ്ടാവും. ചൂട് കാരണം ഞാൻ തിരി എടുത്തിടുക. ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞാൽ തിരി പെട്ടെന്ന് തുടങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നൊരടി എൻ്റെ നോക്കി ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലായി ചലിച്ചു. ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നർവ് ഷെഡ് പൊട്ടി. അപ്പോഴേക്കും ഇവിടെ പൊട്ടി ഈ നർവ് ഷെഡ്. അങ്ങനെ 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറും പൊട്ടി. US ഇറാൻ 2ാം ഘട്ട സമാധാന ചർച്ചകളിൽ പ്രതിസന്ധി. ഹോർമുസിലെ നാവിക ഉപരോധം പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ. അതേസമയം സമാധാന ധാരണയില്ലാതെ നാവിക ഉപരോധം പിൻവലിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. എന്നാൽ യുദ്ധം തുടരാനാണ് ശ്രമമെങ്കിൽ പുതിയ അടവുകൾ കൈവശമുണ്ടെന്നാണ് ഇറാന്റെ പുതിയ വെല്ലുവിളി. ഇരു രാജ്യങ്ങളിലെയും അതിർത്തിയിൽ 2 ആഴ്ച നീണ്ടുനിന്ന വെടിനിർത്തൽ പ്രഖ്യാപനം നാളെ വൈകുന്നേരം അവസാനിക്കും. പുതിയ ചർച്ചകൾക്കുള്ള സാധ്യതകളും ഹോർമുസ് കടലിടുക്കിന്റെ ഭാവിയും അനിശ്ചിതത്വത്തിലാണ്. ഒരു കരാറിലും എത്തിയില്ല എങ്കിൽ ഉടൻ തന്നെ ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്ന നിലപാടിലാണ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ നീട്ടാൻ അമേരിക്ക ഉടൻ തയ്യാറാവില്ല എന്നാണ് സൂചന. താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കാൻ 1 ദിവസം കൂടിയാണ് മുന്നിലുള്ളത്. നിലവിൽ അനേകം വിഷയങ്ങളിൽ തർക്കം നിലനിൽക്കുകയാണ്. ഹോർമുസിലെ നാവിക ഉപരോധത്തിലെങ്കിലും സമവായമുണ്ടായാൽ ചർച്ച നടക്കും. പക്ഷേ സമാധാന ധാരണയില്ലാതെ നാവിക ഉപരോധം പിൻവലിക്കില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. എന്നാൽ നാവിക ഉപരോധം പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ല എന്ന നിലപാടിലാണ് ഇറാൻ. അതേസമയം യുദ്ധം തുടരാനാണ് ശ്രമമെങ്കിൽ പുതിയ അടവുകൾ കൈവശമുണ്ടെന്നാണ് ഇറാന്റെ പുതിയ വെല്ലുവിളി.
അമേരിക്ക പിടിച്ചെടുത്ത കപ്പലിനെക്കുറിച്ചുള്ള ദുരൂഹതകൾ തുടരുന്നതിനിടയിൽ കപ്പൽ പിടിച്ചെടുത്തതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ഇറാൻ ആവർത്തിച്ചു. ട്രംപിന്റെ പരസ്യ പ്രസ്താവനകളുടെ സ്വരവും നിലവിലുള്ള US ഉപരോധവുമാണ് ചർച്ചകൾക്ക് ഭീഷണിയായ രണ്ട് ഗുരുതരമായ വിഷയങ്ങളെന്ന് ഇറാൻ വിമർശിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇറാനിയൻ സംഘത്തിന് അമേരിക്കയുമായി ചർച്ചകളിൽ ഏർപ്പെടാൻ പരമോന്നത നേതാവിൽ നിന്നും പച്ചക്കൊടി ലഭിച്ചത്. എന്നാൽ രണ്ടാം ഘട്ട ചർച്ചകൾക്ക് ഇറാന് നിലവിൽ പദ്ധതിയില്ല എന്നും നയതന്ത്ര പ്രക്രിയ തുടരുന്നതിൽ US നടപടികൾ പരാജയപ്പെടുന്നുവെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചിരുന്നു. ഈ മാസം ആദ്യം ഇസ്ലാമാബാദിൽ നടന്ന ആദ്യ റൗണ്ട് ചർച്ചകൾക്ക് കാര്യമായ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇരുപക്ഷവും ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. ഇതിനിടയിലാണ് രണ്ടാം ഘട്ട ചർച്ചകൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. 4 വിദേശികളുടെ വധശിക്ഷ നടപ്പാക്കി. ബലാത്സംഗം, മോഷണം, മയക്കുമരുന്ന് കടത്ത് എന്നീ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്കെതിരെയാണ് ആഭ്യന്തര മന്ത്രാലയം നടപടിയെടുത്തത്. മക്ക പ്രവിശ്യയിലും അസീർ പ്രവിശ്യയിലുമായാണ് ശിക്ഷാവിധികൾ നടപ്പിലാക്കിയത്. യമൻ പൗരനെ മക്കയിലും മയക്കുമരുന്ന് കടത്ത് കേസിലെ പ്രതികളായ 3 എത്യോപ്യൻ പൗരന്മാരുടെ വധശിക്ഷ അസീർ പ്രവിശ്യയിലുമാണ് നടപ്പാക്കിയത്. 2025 വർഷത്തിൽ സൗദി അറേബ്യയുടെ എണ്ണ ഇതര കയറ്റുമതി റെക്കോർഡ് 6200 ബില്യൺ റിയാലായി. 2024 ഇതിൽ 543 ബില്യൺ റിയാലായിരുന്നു. കഴിഞ്ഞ കൊല്ലം എണ്ണ ഇതര കയറ്റുമതിയിൽ 15% വളർച്ചയുണ്ടായി. രാജ്യത്തിന്റെ മൊത്തം കയറ്റുമതിയിൽ എണ്ണ ഇതര കയറ്റുമതി 44% ഉയർന്നിട്ടുണ്ട്. 2024 ഇത് 39%. ഏറ്റവും പുതിയ ആഗോള ഡാറ്റ പ്രകാരം വളർച്ചാ നിരക്കിന്റെ കാര്യത്തിൽ സൗദി അറേബ്യ G20 രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ്. കുവൈറ്റിൽ ആരോഗ്യ മന്ത്രാലയം ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച മന്ത്രിസഭാ ഉത്തരവ് 2027 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. ആരോഗ്യമേഖലാ ജീവനക്കാരുടെ നിയമനത്തിന് കർശനമായ നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഉത്തരവ്. ഇത് പ്രകാരം പുതുതായി ബിരുദം നേടിയ ഡോക്ടർമാർ, ഡോക്ടർ അസിസ്റ്റന്റ് ഡോക്ടർ തസ്തികകളിലേക്ക് നിയമിക്കപ്പെടുന്നതിനായി ദേശീയ ലൈസൻസിംഗ് പരീക്ഷകൾ പാസ്സാകുന്നത് നിർബന്ധമാക്കും. ഇതിനു പുറമെ കുവൈറ്റ് മെഡിക്കൽ ലൈസൻസിംഗ് പരീക്ഷയും ജയിക്കണം. ദന്ത ഡോക്ടർമാർ കുവൈറ്റ് ഡെന്റൽ ലൈസൻസിംഗ് പരീക്ഷ പാസ്സാകണം. പ്രൊഫഷണൽ ലൈസൻസിംഗ് സംവിധാനം നവീകരിക്കുന്നതിന് മന്ത്രാലയം നടത്തിവരുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ തീരുമാനം. കുവൈറ്റിൽ പ്രവാസികളെ നാടുകടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നത് പതിവാക്കിയ പോലീസ് ഉദ്യോഗസ്ഥന് 10 വർഷം കഠിന തടവും 800 ദിനാർ പിഴയും. തലസ്ഥാന നഗരത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ് ശിക്ഷ. ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും വിധിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യാജ കുറ്റം ചുമത്തി നിരവധി പ്രവാസികളെയാണ് ഇയാൾ നാടുകടത്തിയത്. പ്രവാസികൾക്കെതിരെ കള്ളക്കേസുകൾ ചമച്ച് കൈക്കൂലി ആവശ്യപ്പെടുകയും പണം നൽകാത്തവർക്കെതിരെ നാടുകടത്തൽ നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇയാളുടെ രീതി. UAE-യിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സേവന കരാർ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള അൽഹിന്ദ് കരസ്ഥമാക്കി. അതിനായുള്ള അബുദാബി ഇന്ത്യൻ എംബസിയുടെ അനുമതി പത്രം അൽഹിന്ദിന് ലഭിച്ചു. 23 കമ്പനികൾ പങ്കെടുത്ത ടെൻഡറിൽ നിന്നും അൽഹിന്ദ് ഉൾപ്പെടെ 4 സ്ഥാപനങ്ങളാണ് അന്തിമ പട്ടികയിൽ എത്തിയത്. നിലവിലെ സേവനദാതാക്കളായ BLS-ന്റെ കരാർ ജൂണിൽ അവസാനിക്കും. തുടർന്ന് ജൂലൈ മുതൽ അൽഹിന്ദ് സേവനം ഏറ്റെടുക്കും. UAE-യിലെ വിവിധ എമിറേറ്റുകളിലായി 16 സേവന കേന്ദ്രങ്ങൾ തുറക്കുമെന്ന് അൽഹിന്ദ് അറിയിച്ചു. നേരത്തെ BLS-ന്റെ സേവനം സംബന്ധിച്ച് പരാതികളും ഉയർന്നിരുന്നു. വിദൂര വിദ്യാഭ്യാസ രീതിയിലേക്ക് അധ്യയനം മാറിയെന്ന കാരണത്താൽ സ്കൂൾ ഫീസിൽ കുറവ് വരുത്താനാകില്ലെന്ന് ദുബായ് വിദ്യാഭ്യാസ വകുപ്പ്. നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അംഗീകരിച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നുണ്ടെങ്കിൽ ഫീസിൽ കുറവ് വരുത്താനാവില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു. മേഖലയിലെ സംഘർഷ സാഹചര്യത്തിൽ ഏതാണ്ട് 50 ദിവസത്തോളം UAE-യിലെ സ്കൂളുകൾ അടച്ചിരുന്നു. ഈ കാലയളവിൽ വിദൂര വിദ്യാഭ്യാസ രീതിയായിരുന്നു സ്കൂളുകൾ പ്രവർത്തിച്ചിരുന്നത്. ഓൺലൈൻ ക്ലാസുകളുടെ പഠന നിലവാരം സംബന്ധിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ അതാത് സ്കൂളുകളുടെ പരാതി പരിഹാര സംവിധാനം വഴിയാണ് പരാതിപ്പെടേണ്ടത്. അതേസമയം സ്കൂളുകളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ വീഴ്ച വരികയോ പഠനം മുടങ്ങുകയോ ചെയ്താൽ ആ കാലയളവിലെ സ്കൂൾ ഫീസ് തിരികെ നൽകാൻ വിദ്യാലയങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നും അതോറിറ്റി വ്യക്തമാക്കി. ദുബായ് സന്ദർശകരുടെ ഇഷ്ടയിടങ്ങളിലൊന്നായ ഗ്ലോബൽ വില്ലേജ് വീണ്ടും തുറന്നു. മേഖലയിലെ സംഘർഷത്തെ തുടർന്നാണ് ആഗോള ഗ്രാമത്തിന്റെ 30ാം പതിപ്പിലേക്കുള്ള പ്രവേശനം വിലക്കിയത്. 51 ദിവസങ്ങൾക്ക് ശേഷം സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഗ്ലോബൽ വില്ലേജ് സന്ദർശകരെ സ്വീകരിച്ചു തുടങ്ങിയത്. വലിയ ആഘോഷങ്ങളോടെയായിരുന്നു പ്രവർത്തനം പുനരാരംഭിച്ചത്. സീസൺ അവസാനിക്കാറായതിനാൽ ഗ്ലോബൽ വില്ലേജിലെ ഷോപ്പിംഗിന് വമ്പൻ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാൽപ്പാറയിലെ വാഹനാപകടത്തിൽ വിടവാങ്ങിയ പാങ്ങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപകർക്കും ജീവനക്കാർക്കും ജിദ്ദ പാങ്ങ് കൂട്ടായ്മ കണ്ണീരോടെ വിട നൽകി. ഷർഫിയ എല്ലോറ റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ച അനുശോചന യോഗം ഉബൈദ് തങ്ങൾ മേലാറ്റൂർ ഉദ്ഘാടനം ചെയ്തു. നൌഫൽ
കോന്തോത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദാവൂദ് പാങ് അനുസ്മരണ പ്രഭാഷണം നടത്തി. നാടിനെ നടുക്കിയ ഈ വിയോഗത്തിൽ പ്രവാസി ലോകത്തെ പ്രമുഖരും നാട്ടുകാരും പങ്കുചേർന്നു. ഇസ്മയിൽ മുണ്ടുപറമ്പ്, ഹക്കീം പാറക്കൽ, കിസ്മത്ത് മമ്പാട്, കബീർ കൊണ്ടോട്ടി എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് മുസ്ലിയാർ, ബഷീർ മൗലവി എന്നിവർ പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകി. AC മുജീബ് സ്വാഗതവും ബഷീർ മൗലവി നന്ദിയും പറഞ്ഞു. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥനാപൂർവ്വം അനുശോചന സംഗമം സമാപിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ച് ദളിത് ആദിവാസി സംഘടനകൾ പ്രക്ഷോഭത്തിലേക്ക്. ഏപ്രിൽ 28-ന് സംസ്ഥാന വ്യാപക ഹർത്താൽ നടത്തും. നിതിൻ രാജിന്റെ കുടുംബം കോളേജ് സന്ദർശിച്ചു. ഹോസ്റ്റൽ മുറിയും അപകട സ്ഥലവും സന്ദർശിച്ച കുടുംബം പ്രിൻസിപ്പലിനെ കാണാതെയാണ് മടങ്ങിയത്. മകനെ കൊന്നവരെ കാണേണ്ട എന്ന് നിതിൻ രാജിന്റെ പിതാവ് വ്യക്തമാക്കി. ജാതിഭ്രാന്തന്മാരായ അധ്യാപകരുടെ അപമാനിക്കലാണ് നിതിൻ രാജിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാരോപിച്ച് ഏപ്രിൽ 28-ന് ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക ഹർത്താലിന് ആഹ്വാനം ചെയ്തു. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സംസ്ഥാനത്തെ 52ഓളം വരുന്ന ദളിത് സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കൗൺസിലാണ് ഹർത്താൽ നടത്തുന്നത്. 10 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകണം, ഡെന്റൽ കോളേജിന്റെ അംഗീകാരം റദ്ദാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. 10 കോടി രൂപ ഈ കുടുംബത്തിന് സർക്കാർ കോമ്പൻസേഷനായി കൊടുക്കണം. നിതിൻ താമസിച്ച ഹോസ്റ്റൽ മുറിയും അപകട സ്ഥലവും സന്ദർശിച്ച് കോളേജ് പ്രിൻസിപ്പലിനെ കാണാനാണ് കുടുംബം എത്തിയത്. മകനില്ലാത്ത കോളേജിലെത്തിയ അച്ഛൻ പൊട്ടിക്കരഞ്ഞു. പ്രിൻസിപ്പലിനെ കാണാതെ കുടുംബം മടങ്ങി. മകനെ കൊന്നവരെ കാണേണ്ട എന്ന നിലപാടിലായിരുന്നു നിതിന്റെ പിതാവ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അമൃത ടെലിവിഷൻ പ്രോഗ്രാം വിഭാഗത്തിലെയും കൊച്ചി മലബാർ ബ്യൂറോകളിലെയും ജീവനക്കാർ ഒത്തുചേർന്ന് വിഷു ആഘോഷം സംഘടിപ്പിച്ചു. വൈറ്റ്ലർ സ്റ്റുഡിയോ കോംപ്ലക്സിലാണ് ജീവനക്കാർ ഒത്തുചേർന്ന് വിഷു ആഘോഷം കെങ്കേമമാക്കിയത്. കൊച്ചി വൈറ്റിലയിലെ വിശാലമായ സ്റ്റുഡിയോ കോംപ്ലക്സിൽ വെച്ചായിരുന്നു വിഷു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കൊച്ചി സ്റ്റുഡിയോയിലെ ജീവനക്കാരും മധ്യകേരളം മലബാർ മേഖലയിലെ വാർത്താവിഭാഗം ജീവനക്കാരും വിഷു ആഘോഷത്തിന് എത്തിയിരുന്നു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമൃത ടെലിവിഷൻ ഡയറക്ടർ മഹാദേവൻ അയ്യർ സ്വാമിജിയെ ആദരിച്ചു. എന്തിനാണ് ഇത്രയധികം ഉത്സവങ്ങളെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയാറുള്ളത്, നമ്മുടെ ജീവിതത്തെ എല്ലാ ദിവസത്തെയും ഉത്സവമാക്കി മാറ്റുവാനുള്ള പരിശീലനത്തിൻ്റെ ഭാഗമാണ് ഇത്തരം ഉത്സവം. എന്നും വിഷുദിനമായി മാറട്ടെ എന്ന് ആശിക്കുകയാണ്. പുതുമ വരണമെങ്കിൽ ഉള്ളിൽ സ്നേഹം വരണം, അല്ലെങ്കിൽ എല്ലാം ബോറടിപ്പിക്കും. ഈ ലോകത്തെ സകലതും ബോറടിപ്പിക്കുന്ന വസ്തുക്കളാണ്. സ്നേഹമുണ്ടെങ്കിലേ എന്നും പുതിയതായിരിക്കുള്ളൂ. എന്നും പുതുമ ഉണ്ടാവുന്നത് സ്നേഹം ഉണരുമ്പോഴാണ്. അപ്പോൾ പുതുവർഷം പുതുമ ഉണർത്തുന്നത് നമ്മുടെ ഉള്ളിലെ ദിവ്യ പ്രേമം ഉണരുന്ന സമയത്താണ്. അമൃത TV ബിസിനസ് ഹെഡ് ശിവകുമാർ R, GM ഓപ്പറേഷൻസ് അരുൺ രാജ് എന്നിവർ ചടങ്ങിൽ സാന്നിധ്യമായി. വിഷു കൈനീട്ടത്തോടൊപ്പം അമ്മയുടെ സന്ദേശമായ വിഷു തൈനീട്ടവും ചടങ്ങിൽ വിതരണം ചെയ്തു. ആഘോഷങ്ങളുടെ ഭാഗമായി വിഭവസമൃദ്ധമായ സദ്യയും നടന്നു. അമൃത ന്യൂസ്, കൊച്ചി. ഫിഫ ലോകകപ്പ് ആവേശത്തിന് കിക്ക് ഓഫ് ആവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകരെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും അവസാന ലോകകപ്പിനായി ബൂട്ടണിയുന്ന ഈ ചരിത്ര നിമിഷങ്ങൾ ഇന്ത്യയിൽ തത്സമയം കാണാൻ കഴിയില്ലെന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ടൂർണമെന്റ് തുടങ്ങാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യയിലെ സംപ്രേഷണ അവകാശം സ്വന്തമാക്കാൻ ഇതുവരെ പ്രമുഖ ബ്രോഡ്കാസ്റ്റർമാരും ഔദ്യോഗികമായി മുന്നോട്ട് വരാത്തതാണ് ഈ അനിശ്ചിതത്വത്തിന് പ്രധാന കാരണം. ഇന്ത്യയെപ്പോലൊരു വലിയ കായിക വിപണിയെ പൂർണ്ണമായും ഒഴിവാക്കി ഒരു ലോകകപ്പ് കടന്നുപോകാൻ സാധ്യതയില്ലെന്നാണ് കായിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക.